ನಂಗೆ ಪಾರ್ಕ್ಗೆ ಅದು ಇದಕ್ಕೆಲ್ಲ ನಂಗೆ പോണ്ട. മറ്റേതാ ഓരോരുത്തരെ പെഞ്ഞായി മാപ്പിള നോക്ക പോണ്ടേ ഒരു സീന് കാണും. കൈയും പിടിച്ചിട്ട് ആ കൈക്ക് കൈ ലോക്ക് ഇട്ടിട്ട് പോണ്ട ഒരു സീന് ഞങ്ങ കാണില്ലേ. എതിർത്ത ബസ്സും പെരുത്ത ബസ്സും പോലെ അയാളുടെ നടത്തത്തെ ഊക്കര പോക്കലും നക്ക് ഓടി ഓടിത്ത് വച്ചിട്ട് കൊണ്ടു. ഈ ഒരു ടൈപ്പില് ചില പെണ്ണിങ് ഇങ്ങനെ ഇടക്കിടക്ക് പെണ്ണിങ്ങ മുണ്ടോ പൊത്തിങ്ങനെ ഈ പലക്കലം ഉണ്ടാറ് അല്ലേ. അത് എന്തിന കാരണമായിട്ടു അത് ഉണ്ട് ഞങ്ങ ഇന്ത്യ എന്തിനുണ്ട് പഠിക്കുക. അത് അങ്ങനെ പിരുസത്തെ ഭാഷ ചൊന്നെങ്കിൽ ഞങ്ങളത് ഫിസിക്കലി ടച്ച് ആയിട്ടിക്കറ ഫിസിക്കലി ടച്ച് ആയിട്ടിക്കറ അങ്ങനെ പിരുസത്തെ ഭാഷ. അങ്ങനത്തെ കുറെ ഗിഫ്റ്റാ അതാ ഇതാ എന്ത് കൊടുന്നെങ്കിൽ അതാവല്ലേ. അങ്ങനെ ഒന്ന് ഇടക്ക് ഒന്ന് ഔത്താവട്ട് ഓടാവട്ട് ഒരു ടച്ച്. ഇനിയിപ്പോ പാർക്കുക അവിടെക പറത്തുക ഓടെങ്കിൽ പോകുമ്പത്തുകു കൈ ഒന്നിങ്ങനെ ഒന്ന് പിടിച്ചിട്ടല്ല പോണ്ടേ ചൊന്നെങ്കിൽ നമുക്ക് ഭയങ്കരായിട്ടിരിക്കും, ഭയങ്കര കൊസിയാവും. അതല്ലെങ്കിലാ ഞാൻ ഫസ്റ്റ് ചൊന്ന പോലെ ഇങ്ങനെ ഇത് അങ്ങനെ നോക്കറു നിങ്ങൾ നോക്കറു ചൊന്നിട്ടു അപ്പുറത്തെ അക്കരെ പച്ച പോലെ അപ്പുറത്തെ ഇങ്ങനെ നോക്കര് ആരെ നോക്കര് ഇങ്ങനത്തെ ചെന്ന് ഓൾഡ് ആ ഒരു തിരിസത്തെ ഭാഷ അതായത് കൊണ്ടിട്ട് ഇട്ടിക്കറ് അവളു അത് കിട്ടുകമേനായിട്ട് ആ ദാഹ തീർക്കുകമേനായിട്ട് ഇട്ടിക്കറ് അവൾ എന്താക്കറ് ഇടയ്ക്കിടയ്ക്ക് ഇതര വിഷയത്തിൽ ഇങ്ങനെ ചൊന്നോട്ടേക്കറ്. വെറുതെ ചൊല്ലാളാ വെറുതെ എന്ന് ചൊല്ലല്ലോ അവള്. അപ്പൊ അതില് അഞ്ചാമത്തെ ലവ് ലാംഗ്വേജ് ആയിട്ടിക്കറ് ഫിസിക്കലി ടച്ച്, അതായത് ശാരീരികമായിട്ടുള്ള ടച്ച് ആക്കറ ചൊന്ന. ഇനിയിപ്പോ ഒരു സ്വബൈക്ക് ഓണി 10-15 എങ്കിലും അങ്ങനെ എത്ര ബിസി അത് ഇത് ഇനി എത്ര വില ഇതെന്നെങ്കിൽ പോലും അവിടെ എന്തിറക്കറ് ഒരു ജസ്റ്റ് പോയെങ്കിൽ ഒരു സെക്കൻഡ് അല്ല 1 മിനിറ്റ് ആയിത്തല്ലേ ബംഗാറ് ഞാൻ പോയിട്ട് വേണ്ടേ ഒന്ന് കൈ കൊടുത്തിട്ട് ഒന്നും ഒരു 2 കുലുക്കിയിട്ട് പോയെങ്കിൽ പിന്നെ അവൾക്ക് ആ ഒരു കുലുക്കലും ഇനി ഒന്നുകൂടി ഒരു കിസ്സും കൂടി കൊടുത്തെങ്കിൽ പിന്നെ ചൊല്ലമേ വേണ്ട. കാരണം ഞങ്ങ തിരിച്ചിട്ട് ബണ്ടർത്തോൽ അവള് സേഫ്റ്റി ഒന്നും. രണ്ടാമത്തത് ആ ഒരു എനർജി എപ്പം അവളുടെ ആ ബോഡിയിൽ അതിങ്ങനെ ആ ഒരു നാൾ ഫുള്ളു അവളുടെ ബോഡിയിലിരിക്കുന്നത്. അക്കാരണം കൊണ്ടിട്ടു ഇടയ്ക്ക് ഇങ്ങനെ ചെറിയത് പണിയല്ല ഇതിങ്ങനെ കഴിഞ്ഞെങ്കിൽ ഒരു നാൾ ഒരു 8 മെസ്സേജ് കുറഞ്ഞത് ഓടലാറ് ചൊറണ്ടാറാ വെറുതെ. ഇനിയിപ്പോ ചില ഈ ലവ് ലാംഗ്വേജ് ടച്ച് ലവ് ലാംഗ്വേജ് ആയതില്ലേ ഈ ടച്ച് ആക്കിയിട്ട് പോയിട്ട് അപ്പുറത്ത് മൊബൈൽ എടുക്കലോട് കൂടെ ഏതെങ്കിലും ഒരു ഇമോജി കറുത്തിട്ടിക്കറ 3 ഹാർട്ടുള്ളത് തൊയ്യ റൈറ്റ്. കാരണത്തെല്ലാം വെറുതെ കള്ള അവരത് ചൊന്നെങ്കിൽ അങ്ങനെ പിരുസത്തെ ദാഹ ചൊന്നെങ്കിൽ ആ ഫിസിക്കലി ടച്ച് ആയിട്ടിക്കറ് ആ ടച്ച് കിട്ടിയിട്ട് അവള് പോവലോട് കൂടെ അവൾക്ക് കിട്ടിയ ഒരു എനർജി അവളുടെ പണിയും വണ്ടി എല്ലാം പട്ട എല്ലാം വേഗ ഗുന്തോയ്ത്താ. അപ്പൊ ഈ മാപ്പിള മാറുക എങ്കിലും അങ്ങനെ പോയെങ്കിലും ഒരു സെക്കൻഡ് ആ ഒരു കൈ കൊടുക്കരുത്. ഭർത്തർ അവൾക്ക് എന്തു അല്ലല്ലേ ഞങ്ങളെ പെഞ്ഞായി മാറുകയല്ലേ. റൈറ്റ്. ഒരു കൈ കൊടുത്തിട്ടു ഒരു കിസ അല്ലെങ്കിൽ ഒരു ഹഗ്ഗിങ് ആ ഒരു ടൈപ്പിലെല്ലാം കൊടുത്തിട്ട് പോകുമ്പോഴത്തേക്കും അങ്ങും എനർജറ്റിക് അങ്ങും സേഫ്റ്റി നങ്ങും സേഫ്റ്റി. ഇനിയിപ്പൊ ആ ഒരു ടൈപ്പിലെല്ലാം ആകുമ്പോഴത്തേക്കു ഞങ്ങ പറമ്പത്തുക എങ്കിലും അങ്ങനെ അവൾ ആ ഒരു ടൈപ്പിലിക്കറാറ്. ഒരു പോകുമ്പോഴത്തേക്കും ഒരു സലാമും ഇനി പറമ്പത്തുക ഒരു സലാമും ആ ഒരു ഗ്രീറ്റിങ്ങിലൂടെ തുടങ്ങിയെങ്കില പിന്നെ അവള് ആ പോകുമ്പത്ത് ആ ഒരു ടൈപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ പെഞ്ഞായാലും എന്തെങ്കിലും ഒരു ചെറിയൊരു സ്പെഷ്യൽ ആയെങ്കിലും ബർമ്മത്ത് റെഡിയാക്കി വെച്ചിരിക്കുവാണ്. എന്ത് കാരണം എന്റെ ആ ഒരു എനർജി അവള് കിട്ടിയ ഒരു മനസ്സ് സമാധാനം അത് കിട്ടലോട് കൂടെ ಅವಳಿಗೆ ಎಲ್ಲ ಆಕ್ಟಿವಿಟೀಸ್ലും നല്ലതായിട്ടിരിക്കും. അപ്പയിട്ടിക്ക് അവിടെ ഗോതമ്പ് കണ്ട് ಅದರ ಪಾಯಸ ಹಾಕಿ വെച്ച് വെക്കുവാള് അല്ലെങ്കിൽ റാഗി കണ്ടപ്പോ റാഗിയുടെ ഒരു മാൾട്ട് എല്ലാം വേണുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കോണം. വെറുതെ കിട്ടില്ല ഗീവ് ആൻഡ് ടേക്ക് പോളിസി.
കൊടുത്തതേ ഇപ്പുറത്തേക്ക് ഇട്ടു, ഇനി കൊടുക്കാത്തതിരെ ഇപ്പുറത്തേക്ക് കിട്ടില്ല എന്ന് ചൊന്നെങ്കിൽ പല എന്തിർത്ത പോലെ ആവും. വിജയ ബാങ്കിലെ എംബ്ലോ പോലെ ആവും. എന്ത് വിജയ ബാങ്കർ എംബ്ലോ കണ്ടാറ പല നണ്ടാറ് മൈൻഡാക്കില്ല. ആണ് ഇങ്ങനെ ഒരുമിച്ചാണ് പോലെ പോണ്ടപ്പർ നാളെ ഇങ്ങനെ പോണ്ടു. അപ്പറ ഇപ്പറ ചൊന്നിട്ട് കാര്യം എന്ത് ഇല്ലാതിരുത്. അവിടെ നങ്ങ കൊടുക്കരുത്, അപ്പുറത്തേക്ക് കൊടുക്കണു എന്നെങ്കിൽ ഇപ്പുറത്തേക്ക് ഇട്ടറ് ഗീവ്, അപ്പുറത്തേക്ക് കൊടുക്കുമ്പോ ഇപ്പുറത്തേക്ക് ഇട്ടറ്. ഇനി അതല്ലെങ്കിൽ നാന്ന് പഠിച്ചെന്ന പോലെ വിജയ് ബാങ്കിൽ വരുമ്പോ നന്റെ ആറ് മൈൻഡാക്കല്ല മരിക്കരുത്തോളം അതേ ടൈപ്പിലായിട്ട് റൈറ്റ്. അപ്പൊ അതായിട്ടിക്കരു പിരുസായി ഇന്നിട്ട് കാര്യമില്ല. പിരുസ ഇന്നെങ്കിൽ ഇത് എന്തരാവണു, അപ്പുറത്തെ എക്സ്പ്രഷൻ ആവും, അത് പ്രകടിപ്പിക്കും. അതായിട്ടിക്കറ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങും ഒരു സഹാബിയും ഇങ്ങനെ പോയപ്പ ഒരു തെരുൽ ഇങ്ങനെ പോയോണ്ടിരുന്നു. വേറൊരു തെരുൽ വേറൊരാൾ ഇങ്ങനെ സഹാബി അപ്പുറത്ത് ഇങ്ങനെ പോയോണ്ടുണ്ട്. അപ്പൊ ഈ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട ഉള്ള സഹാബി ചൊന്തു നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ കണക്ക് ഭയങ്കര ഇഷ്ടാണ്. അപ്പൊ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഒരൊറ്റ അപ്പുറത്തെ ഒരു കേട്ടിട്ട് എന്തിന് ഈ പിരുസ ഉള്ളത് അവന് കൊന്തുണ്ടാണ്, അയാള് കൊന്തുണ്ട്, ആ സഹാബി കൊന്തുണ്ട്. അതില്ല നബിയെ, ഇതെന്തിരേ വൺ സൈഡ് നീന് പോ ಬೇಗ, അയാളുടെ ഒട്ടിಗೆ നീന് ചൊല്ലു എന്തിരെ ഇന്നി ഉഹിബ്ബുക, ഐ ലവ് യു, നിങ്ങളൊട്ടിಗೆ നക്ക് വലിയ ഇഷ്ടാണ്ട് നീന് ചൊല്ലു. ഈ രണ്ട് കൈ ടച്ചായെങ്കിലല്ലേ അപ്പറിപ്പറ ഗൊന്തായെങ്കിലല്ലേ, ഈ രണ്ട് കൈ ടച്ചായെങ്കിലല്ലേ സൗണ്ട് കേൾക്കുന്നത് പോലെമേ ഈ പിരുസ ഉണ്ടു ചെന്നിട്ട് അയാൾക്ക് ഗൊന്തായെങ്കിലല്ലേ അതിന് അപ്പുറത്തിപ്പുറത്തുള്ള ഒരു കണക്ഷൻ കിട്ടേ. ആ ഒരു ഇസ്ലാമിക് സൈക്കോളജിയിലും ഞങ്ങൾ അർത്ഥാക്കുള്ളത് ചെറിയത്തെ പാട്ടല്ല. അത് പിന്നെ കണ്ടാളുടെ പോയിട്ട് പെൺമക്കളുടെ പോയിട്ട് ആൺമക്ക ഇത് പെൺമക്ക പോയിട്ട് കണ്ടാളുടെ പോയിട്ട് ഐ ലവ് യു ചൊല്ലതല്ലാവാ ചെറുപ്പിള് കിട്ടുവടി നളാമത്ത്. അതാറ് ഞങ്ങക്ക് ഒരു ഏത് ഞങ്ങക്ക് പിരിസപ്പെട്ടത് ആ ഒരു ഉള്ളു ആ പ്രകടന ആക്കറാളൊട്ടിക്ക് ഞങ്ങൾ പ്രകടന ആക്കണം എന്നെങ്കിൽ അത് അപ്പറ ഇപ്പുറത്തുള്ള ഒരു സ്നേഹ അത് ഇത് എല്ലാം വേണ്ട ഞങ്ങക്ക്. അത് കേട്ടിക്കരുത് ഇസ്ലാമിക് സൈക്കോളജിയിലും ആ ഒരു സ്നേഹ കൂടെ ഉള്ള വേമെ ചൊന്ന് ലാ യദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിൻ വലാ തുഅ്മിൻ ഹത്താ തഹാബ്ബം. ഏത് മുഅ്മിന സ്വർഗത്ത് കടക്കരെങ്കിൽ എന്തരാവണു, നങ്ങ മുഅ്മിനാവണം, അപ്പറ ഇപ്പറ ഉള്ള വിശ്വാസമുള്ള ആൾമാറാവണം, വിശ്വാസ വഞ്ചിതരായ ആൾമാരാവ് തീര. അപ്പറ ഇപ്പുറത്തുള്ള നിങ്ങൾക്ക് വിശ്വാസ വേണം. റൈറ്റ്. ആ വിശ്വാസ വേണമെങ്കിൽ എന്തിര വേണു, ഞങ്ങൾക്ക് അപ്പറ ഇപ്പറ പിർസ വേണം. റൈറ്റ്. ആ പിർസ വേണമെങ്കിൽ എന്തിര വേണു, അത് അഫ്സു സലാം, അതായത് ഞങ്ങ സലാം ഞങ്ങ ചൊല്ലും. അത് ചൊല്ലത് ചൊല്ലാളൊട്ടിಗೆ ചൊല്ല ടൈമിലോ ചൊല്ല പോലെ ചൊല്ലും. കണ്ട ആളുകൾ സലാം ചൊല്ലുള്ളതല്ല. அதுக்கு இன் இஸ்லாமிக்கு அதுக்கெல்லாம் ஒரு ஸ்ட்ரக்சர் அது இதை ലഭിച്ചിரு. കാരണം എന്താ ഇത്, ഈ സലാം ചൊല്ലലോട് കൂടെ പിരുസ കൂടರು. ಆ ಪಿರುಸ ಕೂಡಂಬತ್ತುಗು ಎಂದರ ಕೂಡ್ರು ವಿಶ್ವಾಸ ಕೂಡ್ರು. ಆ ವಿಶ್ವಾಸ ಐಟಿಕರು ಸ್ವರ್ಗತ್ತಿಗೆ ಕಡಕರು ಅಂತ ಐಟಿಕರು ಆ ಹದೀಸರ ಟೋಟಲಿ. അപ്പൊ ഇത് കണ്ട പെൺമക്കൾക്ക് ആൺമക്ക അല്ലെങ്കിൽ കണ്ട പെൺമക്ക സ്വാളകൂ ആ ഒരു ടൈപ്പിൽ കണ്ട ആൾക്ക് ചൊല്ലുള്ളതല്ല. ഞങ്ങക്ക് മഹറമിയത്തായിട്ടുള്ള ആൾമാരുള്ള സലാം എല്ലാവർക്കും പോയിട്ട് ബലമുറതല്ലത് ചൊന്നെങ്കിൽ അത് പിരിസപ്പാട് ഉണ്ടാക്കുന്ന സാമാനല്ലേ. അക്കാരണം കൊണ്ടിട്ടു എല്ലാം നെഗറ്റീവായിട്ടുള്ള ഈ പിരിസപ്പാട് അത് ഇത് എല്ലാം അതിലില്ല. അത് അള്ളാഹുക്ക് വേണ്ടിട്ടുള്ളതാവണം.
ഒക്കെ അല്ലേ? അപ്പൊ ആ ഒരു ടൈപ്പിലുള്ളതായെങ്കിൽ അത് ചൊല്ലാളൊട്ടിക്ക് ചൊല്ല ടൂണിൽ ചൊല്ലത് പോലെ ചൊല്ലും. അത് കണ്ട അലക് ചൊല്ലുള്ളതല്ല. ഇതിപ്പോ ആൺമക്ക ആറുക്ക് വേണമെങ്കിൽ ചൊല്ല. ആൺമക്ക പെൺമക്കരെ അവിടെ പറമ്പത്തു കയറ്റിക്ക് ചൊല്ലാളുക മാത്രം ചൊല്ലണായത് എന്ന് ചൊന്നു. യെസ് ഓർ നോ? പെൺമക്ക എല്ലാ പരിപ്പര സലാം ചൊല്ല. റൈറ്റ്. പിന്നമാ ആ പെൺമക്ക ആൺമക്കളോട് പറമ്പത്തുക അതൊക്കെ ചൊല്ലാൾക്ക് മാത്രം ചൊല്ല. ആങ്ങൾക്ക് ചൊല്ല, ബാപ്പക്ക് ചൊല്ല, അതെല്ലാം ആണ്. റൈറ്റ്. പിന്നമാ ആ ഒരു നങ്ക് ചൊല്ലുക അലൗഡ് ആയിട്ടുള്ള ആൾമാരെ നങ്ക് ചൊല്ല. അത് എല്ലാവർക്കും അലൗഡ് ഇല്ല. അത് നിങ്ങക്ക് ನಾನು ഓരോന്ന് ഇസ്ലാമിക ക്ലാസ് എടുക്കുന്ന ആവശ്യകത ಇಲ್ಲ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ಗೊತ್ತುಂಟು. നന്റെ ഇപ്പോ ഏത് നക്ക് മങ്ങിലാവൂ അലൗഡായ ആർക്കും നക്കെന്തരാവല്ലേ സലാം ചൊല്ലുക റൈറ്റ്സ് ഉണ്ടാ ഇല്ലേ? നക്ക് മങ്ങിലാവുക ആവാത്ത നക്ക് മങ്ങിലാവുക ഹറാമായ ആൾമാറിക്കാറ് അങ്ക് നക്കെന്തര ചൊല്ല സലാം ചൊല്ല. അതാറ് അതെന്റെ ഉമ്മ, നന്റെ പെങ്ങള്, പിന്നെ നന്റെ ഇതിപ്പോ മങ്ങിലായ ആളായെങ്കിൽ ഒരു ഇത് പെഞ്ഞായിരം ഉമ്മ അങ്ക് ഇങ്കല്ല അതെല്ലാം പെണ്ണി. ഓക്കെ. അപ്പൊ ഈ സലാബര വിഷയത്തിലും അങ്ങനെ ആ ഒരു ഇതിലും ഞങ്ങ മോർ ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ട ആൾക്ക് അവിടെ പോയിട്ട് അത് ഇതല്ല. അണിങ്ങ പെണ്ണിങ് അത് വേറെ മേത്. ഓക്കെ റൈറ്റ്. അപ്പൊ ചൊല്ല ആൾക്ക് ചൊല്ല റൂട്ടൂല് ആ ചൊല്ലുക അലൗഡ അത് കറക്റ്റ് തിങ്ക് ആക്കിട്ട് ചൊല്ലതായിട്ട്. അപ്പൊ ആ ഇതിൽ എല്ലാത്തിലും ഞാൻ ചൊല്ല് ഇത് ഫിസിക്കലി ആയിട്ടുള്ള ടച്ച്. ആ ഒരു ടച്ച് കിട്ടുമ്പോ ഈ മാപ്പിള പെഞ്ഞായിരം ഇടയിൽ കിട്ടുന്ന ഒരു എനർജി അത് വേറെമേണ്ടായിട്ട് ഞാൻ ഇതിലെല്ലാം ഡിസ്കഷൻ ആക്കി. ഇതിലെല്ലാത്തില് ഒരു ഇസ്ലാമിക് സൈക്കോളജി കൂടി ഇത് അലൗഡ് ആക്കിയതല്ല ഞാൻ അത്. റൈറ്റ്. അപ്പൊ ഇതില് അഞ്ചാമത്തെ ലവ് ലാംഗ്വേജ് ആയിട്ട് ഞാൻ ഇപ്പൊ ഡിസ്കഷൻ ആക്കിയത് ഫിസിക്കലി ടച്ച്. അപ്പൊ അതിൽ ഒന്ന് നാച്ചൊന്ന് ഏത് കൈ കൊടുക്കരുത്, മുസാഫഹത്ത് ആക്കരുത്, അണച്ചു കൂട്ടരുത്, ഹഗ്ഗിങ്സ്, അത് ഇത് എല്ലാം. ഓക്കെ. അതർസ് ആ ഒരു ഫിസിക്കലി ടച്ചിലായിട്ട് എന്തൊരു നല്ല ഗുഡ് സെക്സ്, ഗുഡ് ആയിട്ടുള്ള സെക്സ് എന്ന് ചൊല്ലുമ്പോ ചില ആൾമാർ അതിന്റെ പേര് കേൾക്കുമ്പോ എന്തരമാട്ടാക്കറ നെഗറ്റീവ്. അതങ്ങനത്തത് എന്തോ അല്ല. ആ ടൈപ്പിലല്ല വിചാരിക്കരുത് എന്തോ അല്ല. ഒരു മനുഷ്യ ജീവിച്ചിട്ട് പോണ്ടെങ്കിൽ ഫുഡ് നീഡ്. യെസ് ഓർ നോ? ആ ഫുഡിനെ പോലത്തതായിട്ട് ഏത് ഒരു സെക്സ്. ആ ഫുഡ് നങ്ങ എന്തരമാ അല്ലേ എവിടമാ അത് നങ്ങ തിന്നറാമാ ഇല്ല. ഞങ്ങക്കത് തിന്നറ ജാഗയിലേ തിന്നോ അത് തിന്നറ. ഓക്കെ. യെസ് ഓർ നോ? അതേപോലത്തതായിട്ട് ഒരു സെക്സ് അത് സെക്സ് അലൗഡ് ആക്കിയ ആൾമാർക്ക് അലൗഡ് ആക്കിയ ജാഗയിലേ ആക്കണം. അത് കണ്ട ആളൊട്ടിക്ക് ഉള്ളത് അത് നോട്ട് അലൗഡ്. അതാകുമ്പത്ത് കയറ്റിക്കൊരു സമസ്യ ക്രിയേറ്റ് ആവൂടെ. റൈറ്റ്. അപ്പൊ അത് ആക്കരുത്. അലൗഡ് ആയിട്ടുള്ള ആ ഒരു സെക്സ് അത് ആക്കരുത് രീതിയിലെ ആ ഇതിൽ പറമ്പത്തുകൂ അവിടെ ദാമ്പത്യ ജീവിതവും എന്തര പണ്ട് നല്ല ക്യൂട്ട് ആവറു, നല്ല ബ്യൂട്ടി ആവറു. പിന്നെ ഓണ് പോയിട്ട് പിന്നാറാർത്തര കണ്ടിട്ട് ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പാർക്കിൽ പോയിട്ട് ബാക്കി നഗലെ നോക്കിട്ട് ഇങ്ങനെ പോലിര പോലെ ആക്കറ ആവശ്യകത്തില്ല. അങ്കി അലൗഡ് ആക്കിയതിരുത് ആ ഒരു ടൈപ്പിലുള്ള സെക്സ് ഏത് എഡ്യൂക്കേഷൻ എടുക്കற പോലെ അത് നല്ല ഒരു സൈക്കോളജിസ്റ്റ് മുട്ട പോയിട്ട് ആ സെക്സ് എഡ്യൂക്കേഷൻ ഇതെല്ലാം മോർ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാത്ത വിഷയത്തിൽ അത് ഇതെല്ലാം പഠിക്കിற. ഇതര വിഷയത്തിൽ യന്ത്രം ഇതര പേര് കേൾക്കുമ്പോ യന്ത്രമാ ഒരു ടൈപ്പിലായിട്ട് ആൾമാർ വിചാരിക്കും. അതല്ല അതിരുത് പഠിക്കരുത്. ഇനി ഇസ്ലാമിക്ക് ഇനി ശരീഅത്തിലെ യന്ത്രത്തെ കിതാബുകളുമായിട്ടും അത് എല്ലാം നിക്കാഹിറ ബാബുലു
അതായത് ഈ സെക്സിന്റെ വിഷയത്തിലായെങ്കിലും നല്ല ഓപ്പൺ ആയിട്ടേ കുറെ എന്തരാക്കിയത് ഡിസ്കഷൻ ആക്കിയത് എന്തിർത്തുക നെമ്മതിയുള്ള ഒരു ജീവിത ഞങ്ങൾക്ക് വേണുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിലും ഞങ്ങൾ എന്താവണം എഡ്യൂക്കേറ്റഡ് ആവണം. ഞങ്ങള് കമ്മ്യൂണിറ്റിയിലാവട്ടെ ഞങ്ങളെ ഇതില് ഏറ്റവും യാറത്തത് പഠിക്കാണ്ട് പോണ്ടതും ഇതായിട്ട് ഇത് വേണ്ടതുപോലെ ആവാത്ത കാരണം കൊണ്ടിട്ടു അതർ ചാറ്റിങ്സ് അത് ഇതിലെല്ലാം കണ്ടിട്ട് ലാസ്റ്റ് കുടുംബമേ ബർബാദാക്കിട്ട് പോണ്ട് എത്ര കേസസ് ആയിട്ടേക്കറ് നന്റെ ക്ലിനിക്കിಗೆ വന്നോണ്ടുള്ളത്. റൈറ്റ്. അപ്പൊ അക്കാരണം കൊണ്ടിട്ട് അതിരെ ആ വേർഡ് കേൾക്കുമ്പോഴത്തേക്ക് ആ ടൈപ്പിലാക്കരുതല്ല, അതിരത് എന്തിനു ചെന്നിട്ടു കറക്റ്റ് ആയിട്ട് പഠിക്കുന്നത് പോലെ പഠിച്ചിട്ട് ആ ഒരു വിഷയത്തിൽ അങ്ങ് എന്തരാവാ എഡ്യൂക്കേറ്റഡ് ആവാ. ഓക്കെ, ഇനി നെക്സ്റ്റത്തെ ലൈവിൽ നിങ്ങൾക്ക് കാണാം. നൈസ് ടു മീറ്റ് യു.